2002 മുതൽ 4 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 60 ഏക്കർ വസ്തു ഈ കമ്പനി വാങ്ങിച്ചിട്ടുള്ളത് കടൽ തീരത്ത്. അതും കരിമണൽ കൊള്ള ഉദ്ദേശിച്ച് തന്നെയാണ് വാങ്ങിയത്. 2004 മൈനിങ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു KREL എന്ന കമ്പനി. 2004 മുതൽ പഞ്ചായത്ത് മുതൽ സുപ്രീം കോടതി വരെ ഇതുമായി ഈ കമ്പനി കേസ് കളിച്ചു. സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി സമ്പാദിച്ച് എത്തി. സമ്പാദിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട്. സർക്കാർ പലയിടത്ത് തോറ്റുകൊടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥ. എങ്കിലും അത് നടത്തിയതിനു ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് മൈനിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ 2019 മാർച്ച് 1-ാം തീയതി കേന്ദ്ര സർക്കാർ മുഴുവൻ മൈനിങ്ങും ദേശീയ തലത്തിൽ മുഴുവൻ മൈനിങ്ങും പബ്ലിക് സെക്ടറിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ള നിയമം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൊളിഞ്ഞുപോയി. അതിനുശേഷം ഇത്രയും വർഷം ആ സ്ഥലം ഹോൾഡ് ചെയ്ത് 2002 മുതൽ 2004 മുതൽ 2019 വരെ അത് ഹോൾഡ് ചെയ്തതിനു ശേഷം 2020 3-ാം മാസമാണ് ഇതിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത്. നമസ്കാരം. വീണ വിജയനെതിരെയും പിണറായിക്കെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആരോപണങ്ങൾ എല്ലാം തന്നെ തെളിവുകൾ സഹിതമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് എല്ലാം ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കുകയുമില്ല. ഇപ്പോഴിതാ ഷോൺ ജോർജ് വീണയ്ക്കും പിണറായിക്കും എതിരെയുള്ള ഏറ്റവും പുതിയ തെളിവുകളും പുറത്തുവിട്ടിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചതും അതിന്റെ മറവിൽ നടന്ന കൊള്ളയെക്കുറിച്ചുമെല്ലാം രേഖകൾ സഹിതം പൊതുജനത്തോടാണ് ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഷോൺ ജോർജ്. സാധാരണക്കാരൻ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്പന്റെ കാലത്ത് 15 ഏക്കർ കൂടുതലുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെക്കുറെ 20 വർഷക്കാലമായി KREMLന്റെ കയ്യിൽ, അത് CMRന്റെ കയ്യിൽ, കരിമണൽ കർത്തയുടെ കയ്യിൽ അനധികൃതമായ 60 ഏക്കർ വസ്തു ഇപ്പോഴും ഇരിക്കുകയാണ്. അത് പോക്കുവരവ് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ 2020 വരെ അത് പോക്കുവരവ് ചെയ്തിട്ടില്ല. ചെയ്യാതെ അവരുടെ കയ്യിൽ ഇപ്പോഴും വസ്തുവാണ്. 6 മാസത്തിൽ കൂടുതൽ ഇവിടെ സാധാരണക്കാരൻ ഹോൾഡ് ചെയ്താൽ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി സർക്കാർ വസ്തുവായി മാറ്റേണ്ട ഒരു വസ്തുവിനെ കാലാകാലങ്ങളായി ഒരു മുതലാളിക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഈ രേഖ KSIDCയും CMRലും അതുപോലെ KREML എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല ബോധ്യപ്പെടുത്തുന്നതാണ്.